നമ്മുടെ കാറുകൾ റിവേഴ്സ് ഗിയറിൽ ഓടിക്കുന്ന സമയത്ത് ഇതുപോലൊരു സൗണ്ടാണ് കേൾക്കുന്നത്. ഇതിന് കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഫോർവേഡ് ഗിയേഴ്സ് എന്ന് പറയുന്നത് ഹെലിക്കൽ ഗിയേഴ്സ് യൂസ് ചെയ്തുകൊണ്ടാണ് മേക്ക് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര സ്മൂത്തും നോയ്സ് ഇല്ലാതെ വർക്ക് ചെയ്യും. അത് മാത്രമല്ല ഇതെന്ന് പറയുന്നത് ഓൾറെഡി മെഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗിയേഴ്സ് ആണ്. ഇതിനെ നമ്മൾ ജസ്റ്റ് സ്ലൈഡ് ചെയ്ത് സെലക്ട് ചെയ്യുന്നുണ്ടെന്ന് മാത്രമുള്ളതാണ് ഇവിടെ നടക്കുന്ന വർക്കിംഗ്. പക്ഷേ റിവേഴ്സ് ഗിയർ എന്ന് പറഞ്ഞാൽ സ്പർക്ക് ഗിയേഴ്സ്, അതായത് ഇതുപോലെ കട്ട് ചെയ്ത ഗിയേഴ്സ് യൂസ് ചെയ്താണ് നമ്മൾ വർക്ക് ചെയ്യിപ്പിക്കുന്നത്. അത് മാത്രമല്ല റിവേഴ്സ് ഗിയർ നമ്മൾ സ്ലൈഡ് ചെയ്താണ് മെഷ് ചെയ്യിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സൗണ്ട് ഈ ഗിയേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഹെലിക്കൽ ഗിയേഴ്സ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ആംഗിൾഡ് ആയിട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര ഈസി ആയിട്ട് മെഷായി നോയ്സ് ഇല്ലാതെ ആയിരിക്കും വർക്ക് ചെയ്യുന്നത്. പക്ഷേ സ്പർക്ക് ഗിയേഴ്സ് ഇങ്ങനത്തെ കട്ട് ഗിയേഴ്സ് ആയതുകൊണ്ട് തന്നെ ഇത് ചെറിയൊരു നോയ്സ് പ്രൊഡ്യൂസ് ചെയ്യും. അതാണ് റിവേഴ്സ് ഗിയർ ഇടുമ്പോൾ വേറെ സൗണ്ട് കേൾക്കാൻ കാരണം. അപ്പോൾ ആലോചിക്കുന്ന പിന്നെ ഹെലിക്കൽ ഗിയേഴ്സിനെ തന്നെ റിവേഴ്സ് ഗിയറിൽ യൂസ് ചെയ്തുകൊണ്ടായിരുന്നു. ഹെലിക്കൽ ഗിയേഴ്സിനെ റിവേഴ്സ് ഗിയറിൽ നമ്മൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെയും നമുക്കൊരു സിങ്ക്രോമെഷ് സെറ്റപ്പിന്റെ ആവശ്യമുണ്ട്. കാരണം സ്ലൈഡ് ചെയ്ത് ഹെലിക്കൽ ഗിയേഴ്സിനെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റത്തില്ല. റിവേഴ്സ് ഗിയർ സ്ലൈഡ് ചെയ്ത് സെലക്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ സ്പർക്ക് ഗിയേഴ്സ് മാത്രമേ ഇവിടെ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുമല്ല സ്പർക്ക് ഗിയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചീപ്പുമാണ്, കുറച്ചും കൂടെ ഡ്യൂറബിളും ആണ്. ഇതുകൊണ്ടാണ് നമ്മൾ സ്പർക്ക് ഗിയേഴ്സിനെ റിവേഴ്സ് ഗിയറിൽ യൂസ് ചെയ്യുന്നതും ഇതുകൊണ്ടാണ് വണ്ടി റിവേഴ്സിൽ മാത്രം വേറൊരു സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് അറിഞ്ഞുകൂടാത്ത നിങ്ങളുടെ ഫ്രണ്ട്സിന് വീഡിയോ അയച്ചു കൊടുത്തിട്ട് അക്കൗണ്ട് ഇപ്പോൾ തന്നെ ഫോളോ ചെയ്തു.